അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ ഇതുവരെ പ്രിപ്പറേഷൻ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് PSC ഇന്റൻസീവ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം ഇന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസുകൾ, live interactions, full syllabus based capsule notes and other study materials in PDF format. 5000-ലധികം topic wise multiple choice questions with detailed explanation. 20ഓളം PSC model mock ടെസ്റ്റുകൾ, doubt clearance and mentorship, interview guidance എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. അതും വെറും 999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗുഡ് ഈവനിങ്. സോ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു അല്ലേ? അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തുടക്കത്തിലുള്ള കുറച്ച് പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ജസ്റ്റ് ആ ഒരു സിലബസ് നിങ്ങൾക്ക് കാണിക്കാം നമ്മുടെ ഇപ്പോ പ്രോഗ്രസ് എത്രയാന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. കൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഫംഗ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇൻട്രോഡക്ടറി ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. പക്ഷെ ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിക്കാതെ നമുക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ അജണ്ട എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് MCQs ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ഈ കൺസെപ്റ്റും ഫംഗ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഒരു 8-9 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്രയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് കുറച്ച് പ്രീ റിക്വസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നല്ല, ജനറലി ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലാണ്ട് നമ്മൾ ബാക്കി പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കുറച്ചുകൂടെ കാണാപ്പാടം പഠിക്കാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർത്ത് വയ്ക്കാനൊക്കെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അസറ്റ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, പിന്നെ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഒരു ഫൈനാൻസ് മാനേജറിന്റെ റോൾ എന്തൊക്കെയാണ്, പിന്നെ ടൈം വാല്യൂ ഓഫ് മണി, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതെന്താണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് ഫൈനാൻസ്, അത് ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോഴ്സസ് ഓഫ് ഫൈനാൻസ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടെ പഠിച്ചാലേ നമുക്ക് ആക്ച്വലി ഈ മൊഡ്യൂളിലുള്ള ബാക്കി കൺസെപ്റ്റുകൾ നമുക്ക് ഇത്രയും പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം, നിങ്ങൾ വായിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ്, ഏതാണ് ഇതില്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ഏതാണ്? സ്ക്രീൻ കാണുന്നില്ലയോ? കാണുന്നില്ല. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അതെ, ഓപ്ഷൻ ബി ആണ്. നമ്മൾ ജനറലി ഒബ്ജക്റ്റീവ്സ് പറയുമ്പോഴത്തേക്ക് 2 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പിന്നെ വെൽത്ത് മാക്സിമൈസേഷൻ. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നൊരു ഓൾഡർ അപ്രോച്ച് ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പ്രോഫിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡേൺ അപ്രോച്ചിലേക്ക് വന്നിട്ടുള്ളത്. സോ ഒബ്ജക്റ്റീവ് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി, വെൽത്ത് മാക്സിമൈസേഷൻ ആണ് അല്ലെ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, maximization of shareholders wealth is reflected in A, sales maximization, പിന്നെ number of shareholders, market price of equity shares, none of the above. അറിയാമോ? ഏതെങ്കിലും പറഞ്ഞു നോക്ക്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലോജിക്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ. അതെ, സി ആണ്. യെസ്, അപ്പോ യെസ്, സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെച്ചാല് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഇതിൽ ഏത് പോയിന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് എന്ന് പറയുന്നതാണ്, അവർ ഷെയർസ് ആണ് മേടിച്ചിട്ടുള്ളത് അല്ലെ? അപ്പോൾ നമുക്കറിയാം വെൽത്ത് മാക്സിമൈസേഷൻ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഈ വെൽത്ത് മാക്സിമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്, ഈ നമ്മുടെ ആ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിന്റെ വാല്യൂ കൂടുക എന്നുള്ളതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിനുള്ള വാല്യൂ, ഷെയർ ഹോൾഡേഴ്സ് ഓരോ ഷെയറിലും കൊടുത്തിരിക്കുന്നതിന്റെ അതിന്റെ വാല്യൂ കൂടി വരുന്നതിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു കമ്പനിയുടെ വെൽത്ത് ഇംപ്രൂവ് ആവുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ സെയിൽസ് മാക്സിമം ആയെന്നും പറഞ്ഞ് നമുക്ക് ഇതിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സെയിൽസ് കൂടിയെന്നും പറഞ്ഞ് ഷെയറിന്റെ
വാല്യൂ നമുക്ക് കൂടണമെന്നില്ല, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പൊ സെയിൽസ് മാക്സിമം ആയി എന്ന് പറഞ്ഞ് നമ്മുടെ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് കൂടും ഇല്ല, അത് പ്യൂർലി ഷെയർസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ടോട്ടൽ വെൽത്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം വെച്ചിട്ടിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ കുറെ ഷെയർ ഹോൾഡർ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? അതിനായി ടെക് PSC അവതരിപ്പിക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ സക്സസ് ബൂസ്റ്റർ പാക്കേജ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 699 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ട്, പക്ഷെ അവര് നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്ത പകുതി പോലും ഷെയർസ് മേടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വെൽത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും എന്താണ്, ഒരു വെൽത്തിന്റെ ഇൻഡിക്കേഷൻ അല്ല. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് റിഫ്ലക്ട് ചെയ്യും അല്ലെ? കാരണം ഇക്വിറ്റി ഷെയർസ് ഇവിടെ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി മാത്രമല്ല അല്ലേ വരുന്നത്. നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. പക്ഷെ ഇക്വിറ്റി ഷെയർസ് ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ലോസും ഇൻകർ ചെയ്യുന്ന, അതായത് നമ്മുടെ റിയൽ സിനാരിയോയിൽ വർക്ക് ചെയ്യുന്ന ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പൊ അവരുടെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷെയർ ഹോൾഡറിന്റെ വെൽത്തിനെ എന്തെയും അഫക്ട് ചെയ്യും അല്ലെ? സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് ആൻസർ തരാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് എല്ലാം ഒന്നും പോയിന്റ്സ് നമുക്കിങ്ങനെ തിയറി സബ്ജക്ട് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം പോയിന്റ് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ പഠിച്ചാലും MCQs കിട്ടണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ കേട്ടോ. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് 3 ഡിസിഷൻസ് അല്ലെങ്കിൽ 3 ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത് അല്ലെ? അതിൽ ഒരെണ്ണമാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ട്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കണം, ലോങ് ടേം അസറ്റിൽ കൊടുക്കണം, ഷോർട്ട് ടേം അസറ്റുകൾക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഓപ്പറേഷൻസിന് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് മെയിൻ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആയിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഡിസിഷൻസ് ഇൻവെസ്റ്റ്മെന്റിൽ വരും. പിന്നെ അതുപോലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും അല്ലെങ്കിൽ ഡിസിഷൻസ് ഇതിൽ വരും. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലേ? അപ്പൊ ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. അപ്പൊ ഇത് പോയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലും വരാത്തത്. പക്ഷെ ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് ഡിസിഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാം. കാരണം എന്താ, അത് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നതല്ലേ? ഏതിലാ വരുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻസിൽ അല്ലെ? ഡിവിഡൻഡ് പോളിസീസ്. നമുക്ക് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? അത് ഡിവിഡൻഡ് പോളിസീസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. അപ്പൊ അതിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇല്ലാത്ത ഉറപ്പായിട്ട് ഇത് പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ നോക്കണ്ടേ, പേയബിൾ മാനേജ്മെന്റ് അല്ലെ? അപ്പൊ പേയബിൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പേയബിൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷന് ഉള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ നമുക്ക് നടത്താനുള്ള പേയ്മെന്റുകളാണ്. ഓക്കെ, പേയ്മെന്റ്സ്. ആക്ച്വലി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിലും നമ്മൾ എന്താണ് കുറെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന കുറെ ബില്ലുകൾ, കോസ്റ്റുകൾ നമ്മൾ പേ ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ എന്തൊക്കെയാ പേ ചെയ്യുന്നതൊന്നും ഇതിൽ വരുന്നുണ്ടല്ലോ. വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേമിൽ പേ ചെയ്യുന്നതും ലോങ് ടേമിൽ പേ ചെയ്യുന്നതും ഒക്കെ എന്താണ് ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ പേയബിൾ മാനേജ്മെന്റും ആക്ച്വലി ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു സെപ്പറേറ്റ് ടേം ആയിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിലും അതിന്റെ മീനിങ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? സോ ദ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ എ, ഡിവിഡൻഡ് പേ ഔട്ട് ഡിസിഷൻ. ഓക്കെ, സോ മീനിങ് മനസ്സിലാക്കി വെച്ചേക്ക്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. നമ്മൾ മീനിങ്, ആ ഒരു അർത്ഥം മനസ്സിലാക്കി. നിങ്ങൾ ഇതിൽ ആക്ച്വലി പറഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇതിൽ നോട്ട്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചില ഡെഫിനിഷൻസും ഇപ്പൊ ഫാക്ടുകൾ വരുന്ന മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് ബാക്കിയൊക്കെ കേട്ടിരുന്നാൽ തന്നെ ധാരാളം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ കാണാതെ ഒരിക്കലും നമുക്ക് പഠിച്ച് മാനേജ്മെന്റ് സബ്ജക്ട്സ് എഴുതാൻ പറ്റത്തില്ല MCQs. Okay, so next question. Finance function involves
ഏതൊക്കെയാണ്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫൈനാൻസ് ഓൺലി, എക്സ്പെൻഡിച്ചർ ഓഫ് ഫണ്ട്സ് ഓൺലി, സേഫ് കസ്റ്റഡി ഓഫ് ഫണ്ട്സ്, പ്രൊക്യൂർമെന്റ് ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. ഏതാണ്? ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്? ഫൈനാൻസ് പ്രൊക്യൂർ ചെയ്യുന്നതാണോ, അതോ സ്പെൻഡ് ചെയ്യുന്നതാണോ, അതോ അതിനെ സൂക്ഷിച്ചു വെക്കുന്നതാണോ, അതോ അതിനെ പ്രൊക്യൂർ ചെയ്ത് അക്യുമുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതാണോ? യെസ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. പ്രൊക്യൂർമെന്റ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അപ്പൊ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യണം, എങ്ങനെ എത്ര അളവിൽ ചെയ്യണം, പിന്നെ അതിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അതാണ് ടോട്ടലി നമ്മുടെ ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തത് ഈ ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. ആക്ച്വലി ഈ മൂന്നും വരുന്നുണ്ട്, പക്ഷേ ഈ ഓപ്ഷൻ ഡി ആണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്, കാരണം ഈ മൂന്ന് ഫംഗ്ഷൻസിനെ കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് പ്രൊക്യൂർമെന്റ് ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. Next question, objective of wealth maximization takes into consideration ഏതൊക്കെ points ആണ്? Risk related to uncertainty of returns, timing of expected returns, amount of returns expected, all of the above. ഓപ്ഷൻ ഡി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഓപ്ഷൻസ് ആർക്കെങ്കിലും പറയണ്ടോ? 5D. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടാക്കെങ്കിലും? ഡി. ഓൾ ഓഫ് ദി എബോവ് എന്നാൽ നിങ്ങൾ എപ്പോഴും ഓൾ ഓഫ് ദി എബോവ് ചൂസ് ചെയ്യുള്ളൂ കുട്ടികളെ. എനിവേ കറക്റ്റ് ആണ്, ബട്ട് അല്ല ബി അല്ല കേട്ടോ, ഡി ആ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓപ്ഷൻ ഡി തന്നെയാ കറക്റ്റ്. നമുക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം അല്ലെ. വെൽത്ത് മാക്സിമൈസേഷൻ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, റിസ്ക് റിലേറ്റഡ് ടു അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺസ്. നമ്മൾ ഈ ഒബ്ജക്റ്റീവ് പഠിച്ചപ്പോൾ ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതും പഠിച്ചു, രണ്ടാമത്തത് വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതും പഠിച്ചു അല്ലെ. അപ്പൊ പ്രോഫിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മാത്രമേ നോക്കാം, ആ സ്ലൈഡ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് പ്രോഫിറ്റും വെൽത്തും ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ പ്രോഫിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ പ്രോഫിറ്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫോക്കസ് ചെയ്യുള്ളൂ. അത് കാരണം നമ്മളെ കമ്പനിയിൽ എന്തെങ്കിലും റിസ്ക് വരുന്നുണ്ടോ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ച് പ്രൊസീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അത് നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ റിസ്ക് റിലേറ്റഡ് ടു അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺസ് ആക്ച്വലി വെൽത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. വെൽത്ത് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം അസറ്റ് പോലെ വരുന്നതാണ്. അപ്പൊ അത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോഫിറ്റിലൂടെയാണ് വെൽത്ത് കിട്ടുന്നത്. അപ്പൊ അത് എങ്ങനെ, അതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ റിസ്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്തായാലും അനലൈസ് ചെയ്യുക അല്ലെ. അപ്പൊ വെൽത്ത് മാക്സിമൈസേഷൻ നമ്മൾ റിസ്ക് റിലേറ്റഡ് ടു അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺസ് എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ ടൈമിംഗ് ഓഫ് എക്സ്പെക്ടഡ് റിട്ടേൺസ്. നമ്മളിപ്പോ ഒരു കമ്പനി നടത്തുമ്പോൾ തിരിച്ച് റിട്ടേൺസ് കിട്ടുമല്ലോ. അതിപ്പോ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആണെങ്കിലും എന്താണെങ്കിലും അപ്പൊ നമുക്ക് റിട്ടേൺസ് എപ്പോ കിട്ടും എന്നുള്ളതും ബാധിക്കില്ല. അതായത് നമുക്ക് ആ ഒരു വെൽത്തിന്റെ ആ ഒരു പോയിന്റിൽ എത്താൻ, അതായത് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മാർജിനിൽ നിന്ന് മാറി നല്ലൊരു ഹൈ പ്രോഫിറ്റിൽ എത്തുന്ന പോയിന്റ് നമുക്കൊരു ലോങ് ടേമിൽ അത് ഫണ്ട് അക്യുമുലേറ്റ് പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് എത്ര ടൈമിൽ പോകുന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതും കൺസിഡർ ചെയ്യും. പിന്നെ എമൗണ്ട് ഓഫ് എത്ര നമുക്ക് കിട്ടുന്നു, തിരിച്ച് റിട്ടേൺസ് എത്ര വരുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നമ്മൾ വെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്താണ് ഇതിന്റെ കൺസിഡർ ചെയ്യും, വെൽത്ത് എന്ന ഒരു കൺസെപ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ആ വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ആ ഒരു ഡിസ്റ്റിംഗ്വിഷിംഗ് വ്യത്യാസം അറിയണം. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഓൾ ഓഫ് ദി എബോവ്. ഇപ്പൊ വെൽത്ത് മാക്സിമൈസേഷനിൽ നമ്മൾ ഓവറോൾ കമ്പനിയുടെ ഹെൽത്തും അതിന്റെ ഓപ്പറേഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇനി അടുത്തത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏതാണ്? ഇത് സിമ്പിൾ ആണല്ലേ, നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബി അല്ല കേട്ടോ. നമ്മള് ഇവിടെ നോക്കിയാൽ അറിയാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നോക്കണ്ട, നമ്മുടെ തിയറിയിലോ നമ്മുടെ സെക്ഷനിൽ വരുന്നതല്ല. പിന്നെ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് അല്ലെ. 3 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പിന്നെ ഒരെണ്ണം ഫൈനാൻസിങ് വരുന്നുണ്ട്,
then the third one is dividend അല്ലെ, ഡിവിഡൻഡ് പോളിസീസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെന്റിനകത്ത് രണ്ട് കാര്യങ്ങളാണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റിനകത്ത് രണ്ടെണ്ണം വരുന്നതാണ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഫൈനാൻസിംഗിൽ വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ, ക്യാപിറ്റൽ സ്ട്രക്ചറും അങ്ങനെ രണ്ട് പോയിന്റും കൂടെ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ലെവറേജസും ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. ഡിവിഡൻഡിൽ വരുന്നത് ഡിവിഡൻഡ് പോളിസീസും പിന്നെ റീറ്റെയിൻഡ് ഏർണിംഗ്സും വരുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തിന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏതിന്റെ ഭാഗമാണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ ഭാഗമാണ്. അപ്പൊ റൈറ്റ് ഓപ്ഷൻ എ ആണ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പൊ മിസ്റ്റേക്ക് വരുത്തുന്നുള്ളതിന് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, മിസ്റ്റേക്സ് വരുത്തുന്നത് നിങ്ങൾ എഫേർട്ട് ഇടുന്നു എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ്. സോ ഡോണ്ട് വറി, നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ആ മിസ്റ്റേക്ക് നമ്മൾ എക്സാമിൽ വരുത്തത്തില്ലല്ലോ. സോ ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, next one, long term finance is required for current asset, fixed asset, intangible asset, none of these. ഏതായിരിക്കും? നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റ് ആണ്. ആക്ച്വലി ഇതിന് അസറ്റ് ഒക്കെ എന്തെന്നാണ് കറക്റ്റ് ആയിട്ട് അറിയണം. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്, ഇൻ കേസ് യു ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ ലോങ് ടേം ഫൈനാൻസ് എന്തിനാണ് ആവശ്യം? ലോങ് ടേം ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേമിൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിക്സ്ഡ് അസറ്റിനാണ്. അസറ്റ് ആക്ച്വലി പല ടൈപ്പ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേമിൽ തരുന്ന അസറ്റുകളാണ് ഫിക്സ്ഡ് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ ഈ കറണ്ട് എന്ന ടേം കേൾക്കുമ്പോൾ, കറണ്ട് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കറന്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോഴത്തെ. അപ്പോൾ ഷോർട്ട് ടേം നമുക്ക് കുറച്ച് ടൈമിലത്തേക്ക് യൂസ് ചെയ്യാനുള്ളത്. ഫിക്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിക്സ്ഡ് ആണ്, അതിന് മാറത്തില്ല നമ്മൾ കുറെ കാലത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, അതായത് ലോങ് ടേം. സോ അങ്ങനെ ആ ഒരു മീനിങ് വെച്ച് ഓർക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലോങ് ടേം ഫൈനാൻസ് ലോങ് ടേമിലെ അസറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് നിങ്ങൾക്ക് അസറ്റ് എന്താണെന്നുള്ള ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും കേട്ടോ. അത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Next question, Dash is concerned with the acquisition, financing and management of asset with some overall goal in mind. Financial management, profit maximization, agency theory, social responsibility. ഏതായിരിക്കും? Yeah, A is the right answer. Financial management അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചുവല്ലേ, എന്താണ് ഫണ്ടിന്, നമ്മൾ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിനെ യൂസ് ചെയ്യുന്നു. ഈ ഫണ്ട് യൂസ് ചെയ്ത് മെയിൻ ആയിട്ട് നമ്മൾ അസറ്റ് ആണ് മേടിക്കുന്നത് അല്ലെ, അല്ല ലയബിലിറ്റീസ് ഒന്നും നമ്മൾ എടുത്ത് വെക്കത്തില്ലല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ അസറ്റ് ആയിരിക്കും. അപ്പോൾ ഫണ്ടിലൂടെ നമ്മൾ അസറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ പ്രൊക്യൂർമെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പ്രൊക്യൂർമെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ്സ് എന്ന് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം അല്ലെ. അത്രയാണ് ഈ ഡിഫിനിഷനിൽ കൊടുത്തിട്ടുള്ള അക്വിസിഷൻ, ഫൈനാൻസിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് അസറ്റ് വിത്ത് ഓവറോൾ ഗോൾ ഇൻ മൈൻഡ്. നമുക്കൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ ഓർഗനൈസേഷന്റെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ ഈസ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. So the last question ആണ്, Dash is concerned with the maximization of a firm's earnings after taxes. Shareholder wealth maximization, profit maximization, stakeholder maximization, EPS maximization. Option B. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് മാക്സിമൈസേഷൻ ഓഫ് എ ഫേംസ് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. ഫേംസിന്റെ ഏർണിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ റവന്യൂ അല്ലേ, അവരുടെ റവന്യൂ ആഫ്റ്റർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് അല്ലേ. അപ്പോ ഇവിടെ എന്ത് മാക്സിമൈസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പൊ ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് ദ മാക്സിമൈസേഷൻ ഓഫ് ഫേംസ് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, ഓ സോറി, ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഇനിയുണ്ടോ? ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അതും കൂടെ ചെയ്യാം. Which of the following statement is correct regarding profit maximization as the primary goal of the firm? അപ്പൊ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഒബ്ജക്റ്റീവ്സ് രണ്ടെണ്ണം ഉണ്ട്, പ്രോഫിറ്റും വെൽത്ത് മാക്സിമൈസേഷൻ. അതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് റിപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു മിനിറ്റ് തരാം.
ഓക്കെ, ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട് രണ്ടുപേര്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, സോ ഞാൻ എന്തായാലും ആൻസർ പറയാം. സോ ഡി റൈറ്റ് ആൻസർ ആണ്. അതെങ്ങനെ റൈറ്റ് ആയി എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇവിടെ എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഫേമിന്റെ ഗോൾ. നമ്മൾ വെൽത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൺസിഡർ ദ ഫേംസ് റിസ്ക് ലെവൽ. നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ ഫേമിന് ഉണ്ടാകുന്ന റിസ്ക് കൺസിഡർ ചെയ്യുമോ? ഇല്ല. ഫേമിന്റെ പ്രോഫിറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് കാരണം നമ്മുടെ ഫേമിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യത്തില്ല. അത് വെൽത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? റോങ് ആണ്, ഇത് കറക്റ്റ് അല്ല. അടുത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വിൽ നോട്ട് ലീഡ് ടു ഇൻക്രീസിംഗ് ഷോർട്ട് ടേം പ്രോഫിറ്റ്സ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ലോവറിംഗ് എക്സ്പെക്ടഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, ആ ടേം ഞാൻ മറന്നുപോയല്ലോ. നമ്മൾ ആ ഒരു കോസ്റ്റിന്റെ ഒക്കെ ട്രേഡ് ഓഫ് വരുന്ന ഒരു വാക്കുണ്ടായിരുന്നല്ലോ, ഓർമ്മ ഉണ്ടാക്കെങ്കിലും. ലൈക്ക് ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റതിലൊരു ലോസ് വരുന്നതിനെ എനിക്ക് വാക്ക് കിട്ടുന്നില്ല. എനിവേ, അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് രണ്ട് ടേംസിൽ കിട്ടും. അതായത് ഷോർട്ട് ടേമിലും പ്രോഫിറ്റ് കിട്ടാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് നമ്മളിപ്പോ ഒരെണ്ണം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പൊ കുറെ ഓൾട്ടർനേറ്റീവ്സ് കാണാം. അതിൽ ഒരു ഓൾട്ടർനേറ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് മറ്റതിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അങ്ങനെയുള്ളത് അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ഷോർട്ട് ടേം പ്രോഫിറ്റും കിട്ടാം, ലോങ് ടേം പ്രോഫിറ്റും കിട്ടാം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരും ഇല്ലേ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു പ്രോഫിറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ട്രേഡ് ഓഫുകൾ സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് റിസ്കുമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? അതായത് നമ്മളിപ്പോ ഈ പ്രോഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പല ഡിസിഷൻസ് എടുക്കും അല്ലെ? അപ്പോൾ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ചിലപ്പോൾ കിട്ടാവുന്നത് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അതിന് കാരണമാകില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രോഫിറ്റിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോഫിറ്റ് അല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ല? അപ്പൊ പിന്നീടുള്ള ഫ്യൂച്ചർ പ്രോഫിറ്റിനെ പറ്റിയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ബോധർ ആവുന്നില്ല. അപ്പൊ അവിടെ വിൽ നോട്ട് ലീഡ് ടു, അവിടെ ഒരു ഇത് ആക്ച്വലി നടക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ്, പക്ഷെ ഇവിടെ നടക്കില്ല എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് റോങ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിനാരിയോ പോസിബിൾ ആണ്. അതായത് നമ്മൾ പ്രോഫിറ്റിൽ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ലോങ് ടേമിൽ ഈ ഒരു ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ അത് റോങ് ആണ്. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡസ് കൺസിഡർ ദ ഇമ്പാക്ട് ഓൺ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് EPS. EPS എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഫുൾ ഫോം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, ഏർണിംഗ്സ് പെർ ഷെയർ. ഓക്കെ, അതായത് നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ഒരു ഷെയർ മേടിക്കുമ്പോൾ അവർക്ക് തിരിച്ച് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും അല്ലെ? അതാണ് ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്ന ഒരു ഷെയർ ഹോൾഡറിന്റെ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡസ് കൺസിഡർ, ആ ഒരു ഷെയർ ഹോൾഡറിന് ഉണ്ടാകുന്ന ഇമ്പാക്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് എവിടെയാണ്? നമ്മൾ വെൽത്ത് മാക്സിമൈസേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ? അല്ലാതെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഡസ് കൺസിഡർ ഇല്ല, അത് തെറ്റാണ്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് അല്ല, നമുക്ക് ഇത് മൂന്നും തെറ്റാണെങ്കിൽ എന്തായാലും ഇതായിരിക്കും കറക്റ്റ്. ബട്ട് അത് നോക്കാം. Profit maximization is concerned more with maximizing the net income than the stock price. ഇവിടെ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ ഇൻകം കൂട്ടാനാണ് നമ്മൾ നോക്കുന്നത്, റാദർ ദാൻ സ്റ്റോക്ക് പ്രൈസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. അതായത് സ്റ്റോക്ക് കൂട്ടുന്നതിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് ആരാണ്? ഇൻകം കൂട്ടുക എന്നുള്ളതാണ് അല്ലെ? ഇൻകം കൂട്ടുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് അർത്ഥം അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്, സ്റ്റോക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash decision involves a determination of the total amount of assets needed, the composition of the assets, and whether any assets need to be reduced, eliminated, or replaced. ഏതാ ആൻസർ? എ ആണോ? വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഒന്ന് രണ്ടുപേരും കൂടെ പറഞ്ഞേ. ആർക്കും ആൻസർ അറിയില്ലേ? ഒരാൾക്കേ അറിയുള്ളൂ. എ ആണോ? ക്വസ്റ്റ്യനിൽ എ അസറ്റ് കണ്ടപ്പോ എല്ലാവരും അസറ്റ് മാനേജ്മെന്റ് എന്ന് വിചാരിച്ചു അല്ലേ? ഇവിടെ നിങ്ങൾ ഇവിടെ കണ്ടു ഈ ടേം ഉണ്ടോ, ഡിസിഷൻ. ഡിസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഓർമ്മ വരേണ്ടത് ഫങ്ഷൻസ് ഓഫ് FM ആണ്, ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അത് നമ്മൾ 3 ഡിസിഷൻസ് ആണ് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഫൈനാൻസിങ് ഡിസിഷൻസ്, പിന്നെ വരുന്നത്
ഡിവിഡൻഡ് പോളിസീസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡെസിഷൻസ് അല്ലേ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ഡാഷ് ഡിസിഷൻ ഇൻവോൾവ്സ് എ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് അസറ്റ്സ് നീഡഡ്, ദ കോമ്പോസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വെദർ എനി അസറ്റ് നീഡ് ടു ബി റിഡ്യൂസ്ഡ്, എലിമിനേറ്റഡ് ഓർ റീപ്ലേസ്ഡ്. അപ്പൊ ഇതിന് ഇപ്പൊ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയാലും കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ക്യാപിറ്റൽ എന്നൊരു ടേമിന്റെ ആക്ച്വൽ മീനിങ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങളത് മിസ്റ്റേക്ക് വരുത്തുന്നത് അത് നല്ലൊരു കാര്യമാണ്, കാരണം നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല കാരണം അതിന്റെ മീനിങ് അറിയാത്തത്. അപ്പോ നമുക്കറിയാം ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നു, ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുവാണ്, എത്ര അളവിൽ നമുക്ക് ഇപ്പൊ സോഴ്സ് കണ്ടുപിടിക്കും, എത്ര അളവിൽ ഓരോ സോഴ്സിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ എന്ത് മെയിൻ ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് അല്ലെ. അതാണ് ഫൈനാൻസിങ് തന്നെ. എന്നിട്ട് അതിനെ യൂസ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. എന്നിട്ട് അത് യൂസ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഡിവിഡൻഡിൽ വരുന്നത്. അപ്പോ ഇവിടെ ആ ഒരു ഡിസിഷൻ വരുന്നത്, ഇവിടുത്തെ എന്ത് ഡിസിഷനാണ് ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ എമൗണ്ട് ഓഫ് അസറ്റ് നീഡഡ്. ഓക്കെ, എത്ര അസറ്റ് നമുക്ക് വേണം, അത് കോമ്പോസിഷൻ ഓഫ് അസറ്റ് നമ്മൾ പറഞ്ഞു പല ടൈപ്പ് അസറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഓരോന്നിന്റെ കോമ്പോസിഷൻ എത്ര വരണം, പിന്നെ നമ്മൾ ഏതെങ്കിലും അസറ്റിനെ കുറച്ചിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണോ, അതായത് ഫുള്ളി നോക്കിക്കഴിഞ്ഞാൽ അസറ്റ്സിന് നമ്മൾ എത്ര അളവിൽ എടുക്കണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് കേട്ടോ, ക്യാപിറ്റൽ സ്ട്രക്ചർ. കാരണം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അസറ്റ് പ്ലസ് മണി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ അസറ്റ് മണിയും ചേരുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അസറ്റ് അറേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ വേണ്ടുന്ന ഫണ്ട്സ് ഏതൊക്കെ എത്ര അളവിൽ വേണം. കാരണം ഈ ഫണ്ട്സ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അസറ്റ് മേടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഏത് ഡിസിഷനിൽ വരുന്നതാണ്, ഫൈനാൻസിങ് ഡിസിഷനിൽ വരുന്നതാണ് അല്ലെ. അപ്പോ നമ്മുടെ റൈറ്റ് ആൻസർ നിന്ന് ഇവിടെ ഈ ഡിസിഷൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉള്ളതിൽ ഇൻവെസ്റ്റ്മെന്റ് ഫൈനാൻസിങ് ഉണ്ട് അല്ലെ, ഡിസിഷൻസ് ഇത് രണ്ടുമാണുള്ളത്, ബാക്കി രണ്ടും നമ്മുടെ ഡിസിഷൻസ് അല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഫൈനാൻസിങ് ആണ്. ഓക്കെ, ഇപ്പൊ കറക്റ്റായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾ ക്യാപിറ്റൽ എന്താണെന്നും ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് ഓർഡർ, ഇത് നോക്കണ്ട. ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ദ 3 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ. നമുക്ക് 3 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ ഏതായിരിക്കും. 3 ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫൈനാൻസിങ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്. അതിൽ 2 ഇവിടെ തന്നിട്ടുള്ളൂ. ഒരാൾ ബി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ എ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ വരുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് 3 ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വന്നു. ഇനി ഒരാൾ ഡിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയി. എയും ബിയും സിയും എല്ലാം ആയി. ഒരാൾ ഡിയും കൂടെ പറഞ്ഞാൽ കറക്റ്റാ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ടതല്ല. എഗെയിൻ ഞാൻ ആ 3 ഫംഗ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഫൈനാൻസിങ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു ഓർഡറിൽ തന്നെ പറയാം. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോ ഫൈനാൻസിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ എത്ര അളവിൽ വേണോന്നുള്ളത് എടുക്കണം. അത് നമ്മളിപ്പോ നമ്മുടെ റിക്വയർമെന്റ് എന്താണ്, ഫണ്ടിന്റെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞു, ദാറ്റ് ഇസ് ഫൈൻ. ഏതൊക്കെ സോഴ്സിൽ നിന്ന് എടുക്കണം അതെല്ലാം നമ്മൾ ആലോചിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യും, യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമ്മൾ അസറ്റ് എത്ര മേടിക്കുന്നു, ലോങ് ടേം അസറ്റ് എത്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ നമ്മളിപ്പോ അസറ്റ് മേടിക്കുന്നതാണോ അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നതോ ലീസ് ചെയ്യുന്നതാണോ ബെറ്റർ. അപ്പൊ അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് വരുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെന്റിലാണ് വരുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതിനകത്തല്ലേ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും വരുന്നത്. അപ്പൊ ഈ ഡിസിഷൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളെ ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നുള്ളത്. സോ ആക്ച്വലി നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഫണ്ട് നമുക്ക് എങ്ങനെ വേണം അക്യുമുലേറ്റ്, അതിലും ഈ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല. കാരണം നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡെപ്റ്റ് കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത ഫണ്ട്സിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഹാൻഡ്ലിംഗ് ഓഫ് ദ ഫണ്ട്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് ഓപ്ഷൻ സി ആണ്. ഓക്കെ,
ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഹാഫ് അവർ കഴിഞ്ഞു അല്ലേ? നമുക്ക് വേഗം നോക്കാം പോയിന്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് നോക്കാനുള്ള അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. മാഡം ഒരു ഡൗട്ട് ഉണ്ടേ. ചോദിച്ചോളൂ. ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ചിലവാക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണോ ഫിനാൻസിങ് ഫംഗ്ഷൻ ആണോ ചോദിച്ചേ? സോറി, ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 3 ഫംഗ്ഷനും നമ്മള് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ 3 ഫംഗ്ഷൻസ് ആണ് ഈ ഫൈനാൻസിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഡിസിഷനും. അപ്പൊ നമ്മള് ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ പോയിട്ട് 2 പോയിന്റ് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ കറക്റ്റ്. ലെവറേജും പിന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ട് ഈ ഫൈനാൻസിങ് ഡിസിഷനിൽ നമ്മൾ എടുക്കുന്നതെന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യെസ്, കറക്റ്റ്. അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ എന്താ വേണ്ട? നമുക്ക് ഫണ്ട് വേണം അല്ലെ? അപ്പൊ നമുക്ക് അക്യുമുലേഷൻ ഓഫ് ഫണ്ട്സ് ചെയ്യണം. അപ്പം ആ അക്യുമുലേഷൻ ഓഫ് ഫണ്ട്സ് എത്ര വേണോന്നുള്ളത് അനലൈസ് ചെയ്യും. എന്നിട്ട് എവിടെ നിന്നൊക്കെ നമുക്ക് വേണോന്നുള്ളത് അനലൈസ് ചെയ്യും. ഓരോ പല സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഓരോ സോഴ്സിൽ നിന്ന് എത്ര വെച്ച് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അക്യുമുലേഷൻ ഓഫ് ഫണ്ട്സ് ആണ് ഈ ഒരു ഡിസിഷനിൽ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റിൽ വരുമ്പോൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനെന്ത് ചെയ്യാണ്? നമ്മൾ ഓപ്പറേഷൻസിലേക്ക് യൂസ് ചെയ്യുവാണ്. അതിപ്പോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഇപ്പം ലോങ് ടേമിലത്തേക്ക് നമ്മൾ ഒരു ഓഫീസ് ബിൽഡിംഗ് എടുക്കുന്നതാവാം. നമ്മൾ എവിടെയാ ചെലവാക്കുന്നത് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് കിട്ടി കഴിയുന്നതാണ് ലാസ്റ്റ് വരുന്ന ഡിവിഡൻഡ് വരുന്നത്. ഫിനാൻസിങ് എന്തെന്നുള്ളതെന്നല്ലേ ഡൗട്ട് ഉണ്ടായിരുന്നേ? അത് ക്ലിയർ ആയോ? അതോ വേറെ എന്തെങ്കിലും? എനിക്ക് ഫൈനാൻസിങ്ങിന്റെ ഡൗട്ട് ഓക്കെ, ക്ലിയർ ആണോ ഇപ്പോ? അതൊന്നുകൂടെ പറയണോ? ഓക്കെ, ഫിനാൻസിങ് അല്ലല്ലോ, ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അസറ്റും ലയബിലിറ്റീസും എന്തൊക്കെയാണെന്നുള്ള. ഇതൊക്കെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ ടേംസിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഇനി ഓരോ പോയിന്റ്സിലേക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൺസെപ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിലെത്തുമ്പോഴും ഡൗട്ട് വരും. അപ്പൊ അത് നിങ്ങൾക്ക് ഇനി വരാൻ പാടില്ല. കാരണം ഈ ബേസിക്സ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ മൊഡ്യൂൾ ഒന്നും പഠിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, സോ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ ഒരു കഥ പോലെ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ രീതിയിൽ നോക്കാം. നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ 2 സെക്ഷൻസ് വരും ഈ ഒരു അസറ്റും ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് നമുക്കൊരു ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ഹെൽത്ത് നമുക്ക് അതിന്റെ അസറ്റിലും ലയബിലിറ്റീസിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ബാലൻസ് ഷീറ്റും ഇത് രണ്ടിന്റെയും ഒരു ബാലൻസിങ് ആണ്. അതായത് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് എന്നുള്ളതിന്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതുന്നതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്നാണ്. എപ്പോഴും ഓർക്കാം, അസറ്റ് നല്ലതാണ്, ലയബിലിറ്റീസ് നല്ലതല്ല. ഇത്രയും ഓർത്താൽ മതി, നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ടും വരത്തില്ല. ഓക്കെ, അസറ്റ് നല്ലതാണ് കമ്പനിക്ക്, ലയബിലിറ്റീസ് നല്ലതല്ല. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഓർത്താൽ മതി. ലയബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നമുക്കൊരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു ബാധ്യത ഉള്ള എന്നൊരു മീനിങ് ആണ് ഈ ലയബിലിറ്റിക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ലയബിലിറ്റീസ് കൂടുമ്പോൾ നമുക്കത് നല്ലതല്ല. പക്ഷെ അസറ്റ് എന്ന് പറയുന്നത് നല്ലതാണ്. ഇനി അസറ്റും ലയബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് എൻ അസറ്റ്? അസറ്റ് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആണ് വിച്ച് ഹാസ് എൻ എക്കണോമിക് വാല്യൂ ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു ജനറേറ്റ് ഇൻകം ഓർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. ഓക്കെ, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇതൊരു റിസോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ റിസോഴ്സ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു റിസോഴ്സ് ആണ് ആൻഡ് ഇതിന് വാല്യൂ ഉണ്ട്. എന്ത് വാല്യൂ ആണുള്ളത്? എക്കണോമിക് വാല്യൂ. എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് എക്കണോമിക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സാധനം നമുക്ക് വേറൊരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം എന്തെങ്കിലും ക്യാഷ് കിട്ടും. അങ്ങനത്തെ റിസോഴ്സസ്, അങ്ങനത്തെ വസ്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ ഇതിന് ഇൻകം മാത്രമല്ല ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ക്യാഷ് മാത്രമല്ല കിട്ടുന്നത്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മൾ ഇതിപ്പോ കൊടുക്കാതിരുന്നില്ല, ഇൻ കേസ് ഒരാൾക്ക് കൊടുത്ത് നമ്മൾ ക്യാഷ് ആക്കി മാറ്റുന്നില്ല, കയ്യിൽ തന്നെ വെച്ചേക്കുവാണ്, എങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സും അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ നമുക്ക് ഒന്നിൽ ക്യാഷിന്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്, അത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എൻ എക്കണോമിക് വാല്യൂ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഈ അസറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ഇനി ഇതിന്റെ എക്സാമ്പിൾസും ടൈപ്സും പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ക്ലിയർ ആവും. ഇനി അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ ഫിസിക്കലായിട്ട് നമുക്ക് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. അതിനെ ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആകാം, ചിലപ്പോൾ അല്ലാത്തതും ആകാം, ലൈക്ക് നോൺ ഫിസിക്കൽ ആയിട്ടുള്ളത് ആകാം. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അതിന് മുന്നേ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളതാണ് കറണ്ട് ഫിക്സ്ഡ് അസറ്റ്. പിന്നെ രണ്ടാമത്തെയാണ് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട കറണ്ട് ഫിക്സ്ഡ് അസറ്റ്. ഇതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു കറണ്ട് എന്ന വാക്ക് വരുമ്പോൾ നിങ്ങൾ കറണ്ട്ലി
ആ വാക്ക് ഓർത്താൽ മതി. അതായത് ഇപ്പോ കറന്റ്ലി ഇപ്പോഴത്തെ സമയം, ഇപ്പോഴത്തെ അവസ്ഥ എന്നൊരു മീനിങ് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട്, ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ ടൈം, അതായത് ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലേ. അപ്പൊ ഈ അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു അസറ്റ് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആണ്, അതിനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കറന്റ് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ ക്യാഷ് കൺവേർട്ടബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എത്ര വേഗം നമുക്ക് ക്യാഷ് ആക്കി മാറ്റാം എന്നുള്ളതനുസരിച്ചാണ് കറന്റ് അസറ്റും ഫിക്സ്ഡ് അസറ്റും ആയിട്ട് പറയുന്നത്. അതായത് നമുക്ക് എത്ര പെട്ടെന്ന് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് കിട്ടുമെങ്കിൽ അത് കറന്റ് അസറ്റ്. ഫിക്സ്ഡ് ആണെങ്കിൽ ആ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിരിക്കും. അതായത് ലോങ് ടേമിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അത് മേടിച്ചിട്ടുണ്ടാവുക. അങ്ങനത്തെ അസറ്റിനെ പെട്ടെന്ന് നമുക്ക് വിറ്റ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് ക്യാഷുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ അത്ര പറ്റുന്നതല്ല ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കറന്റ് അസറ്റിന് എക്സാമ്പിൾ സച്ച് ആസ് ക്യാഷ്, ഇൻവെന്ററി, അക്കൗണ്ട്സ് റിസീവബിൾ. നമ്മളിവിടെ പറഞ്ഞു വിച്ച് ക്യാൻ ബി ക്വിക്ലി കൺവേർട്ടഡ് ടു ക്യാഷ് എന്നല്ലേ, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ക്യാഷ് എന്തിനാ, നമുക്ക് എന്തെങ്കിലും ചെലവാക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പം നോട്ട് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് എന്തെങ്കിലും മേടിക്കാനായിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ഓൾറെഡി ക്യാഷ് എന്ന് വീണ്ടും പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട, ജസ്റ്റ് ആലോചിച്ചാൽ മതി. നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്തിനാണ്, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ലിക്വിഡ് ആയിട്ട് ക്യാഷ് ഇരിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റൂലേ. സോ അതും എന്താണ്, ഒരു കറന്റ് അസറ്റ് ആണ്. വെറുതെ ഇരിക്കുന്ന ക്യാഷും നമ്മൾ കറന്റ് അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും, കാരണം അത് നമുക്ക് ബെനിഫിറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും എക്കണോമിക് വാല്യൂ ഉണ്ട്, നമ്മൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും. സോ വെറുതെ ഇരിക്കുന്ന ക്യാഷ് നമ്മൾ എന്താണ്, കറന്റ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇപ്പൊ ഒരു മാനുഫാക്ചറർ ആണ് നമ്മളെ കമ്പനി എങ്കിൽ നമ്മൾ ആ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇൻവെന്ററിയിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അതിന് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ക്യാഷ് കിട്ടും അല്ലെ. ആ ബാക്കി വന്നാണ് ഇൻവെന്ററി വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാശ് കിട്ടും അല്ലെ. സോ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം അസറ്റ്. അത് നമ്മൾ വർഷങ്ങളോടൊന്നും സൂക്ഷിച്ചു വെച്ചിരിക്കില്ല അല്ലെ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ വരുന്ന അക്കൗണ്ട്സ് റിസീവബിൾ. ഈ അക്കൗണ്ട്സ് റിസീവബിൾ ഈ ടേം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. റിസീവബിൾസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ്, റിസീവ് ചെയ്യുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പേയ്മെന്റ്സിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളൊരു കമ്പനി നടത്തുമല്ലേ, അപ്പൊ നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ചിലപ്പോ ഞാനിപ്പം ഏതെങ്കിലും എന്റെ ഒരു അറിയാന്നുള്ള ആൾക്ക് ഞാൻ എന്റെ കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എന്ത് ചെയ്തു, കടം കൊടുത്തു. മന്ത്ലി ഇൻട്രസ്റ്റിൽ എനിക്ക് തിരിച്ചടയ്ക്കണം. അപ്പൊ അതെനിക്ക് തിരിച്ച് മന്ത്ലി കിട്ടുന്ന ഒരു എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പം ഷോർട്ട് ടേമിൽ ഇപ്പൊ ഞാൻ ആലോചിക്കും, ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഓരോ മന്തും കിട്ടുന്നതാണ്. സോ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ആയിട്ടുള്ള നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് കസ്റ്റമറിന്റെ പേയ്മെന്റ്സ് ഒക്കെ അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് എന്താ, അക്കൗണ്ട്സ് റിസീവബിളിൽ പറയാൻ പറ്റും. അത് കറന്റ് അസറ്റ് ആണ്. ഓക്കെ, സോ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നതെല്ലാം ഈസ് കറന്റ് അസറ്റ്. അപ്പൊ ഫിക്സ്ഡ് അസറ്റ് ലോങ് ടേമില് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അതായത് ബിൽഡിങ്സ്, ലാൻഡ്, എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീനറി. നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാല് ഉടനെ തന്നെ ചിലപ്പോൾ വിൽക്കണമെന്നില്ല അല്ലേ. ചിലപ്പോൾ അതിനുള്ള ബോറോ ചെയ്യാൻ അല്ലെങ്കിൽ ബോറോ അല്ല, അത് ബൈ ചെയ്യാനുള്ള ഒരാളെ പെട്ടെന്ന് കിട്ടണമെന്ന് നമുക്ക് ഇല്ല. ഇപ്പൊ മെഷീനറി ആണെങ്കിൽ വലിയ വലിയ മെഷീൻസ് ഒന്നും എന്നും ആവശ്യമുള്ള ആൾക്കാരൊന്നും അല്ല അല്ലേ. ഇപ്പൊ നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്നും ആരെങ്കിലും മേടിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബിൽഡിംഗ് പോലുള്ള ഒരു വസ്തുവൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് വിറ്റ് പോകണമെന്നില്ല. സോ അത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബിൽഡിംഗ്, ലാൻഡ്, എക്യുപ്മെന്റ്സ് ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു പോയിന്റ് ഫിക്സ്ഡ് അസറ്റിനെ പറഞ്ഞിട്ടുള്ളത് ക്യാൻ ഡിപ്രീഷിയേറ്റ് ഓവർ ടൈം. ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത് ഓവർ ടൈം ഡിപ്രീഷിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് ഒരു 10 ലക്ഷത്തിന് മേടിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ അതിനെ വിൽക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് ആ ഒരു വാല്യൂ ഉണ്ടാവണം എന്ന് ഇല്ല. ഓക്കെ, സോ ബിൽഡിങ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് എടുത്തു മേടിച്ചു. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് കുറെ കഴിയുമ്പോഴത്തേക്കും ഒരു പുതിയ വീട് നമ്മൾ പുതിയതായിട്ട് മേടിക്കുമ്പോൾ ഒത്തിരി കാശ് വേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറെ കാലം യൂസ് ചെയ്തിട്ട് അതിനെ വിൽക്കാൻ ഇടുവാണെങ്കിൽ അന്നത്തെ ആ ഒരു വില അതിന് കിട്ടത്തില്ല അല്ലെ. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. ലാൻഡ് സാധാരണ അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ലാൻഡിന്റെ വില ചിലപ്പോൾ കൂടാം കുറയാം, അങ്ങനെ പല രീതിയിലും വരാം. പിന്നെ മെഷീനറീസ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്കൊരു വില ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേറെ ടയറൊക്കെ സംഭവിച്ച് അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ എക്യുപ്മെന്റ്സിന് എന്തായാലും വാല്യൂ കുറവായിരിക്കും. സോ ഫിക്സ്ഡ് അസറ്റ്സ് ജനറലി അവരുടെ വാല്യൂ എന്ത് ചെയ്യും, ഓവർ ടൈം ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് കറണ്ട് ഫിക്സ്ഡ് അസറ്റ്. അപ്പൊ അസറ്റ് എന്താണെന്ന് മനസ്സിലായി, റിസോഴ്സ് വിത്ത് ആൻ എക്കണോമിക് വാല്യൂ. കറണ്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് എന്ന് കേൾക്കുമ്പോൾ ഷോർട്ട് ടേം, ഫിക്സ്ഡ് എന്ന് കേൾക്കുമ്പോൾ ലോങ് ടേം. ഷോർട്ട് ടേമിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ കറണ്ട്, ഫിക്സ്ഡ് ലോങ് ടേമിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ,
ഇനി ടാൻജിബിൾ ഇൻടാൻജിബിൾ വേറെ ഒന്നുമില്ല. നമുക്ക് ഫിസിക്കലി കാണാനും തൊടാനും പറ്റുന്ന ഒരു വസ്തുവാണ് ആ അസറ്റ് എങ്കിൽ അത് ടാൻജിബിൾ. അങ്ങനെ നമുക്ക് ഫിസിക്കലി തൊടാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻടാൻജിബിൾ. ഓക്കെ, അതിന് എക്സാമ്പിൾ വന്നിട്ടുണ്ട് നമ്മുടെ ക്യാഷ്, എക്യുപ്മെന്റ്, ലാൻഡ്, ഇൻവെന്ററി, ഇതെല്ലാം എന്താണ്? ടാൻജിബിൾ ആണ്. നമുക്ക് തൊടാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റും അല്ലെ. ഇൻടാൻജിബിൾ ആയിട്ട് എക്സാമ്പിൾസ് വന്നിട്ടുള്ളത് കോപ്പി റൈറ്റ്, ബ്രാൻഡ് റെക്കഗ്നിഷൻ, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഒക്കെ ഇവരൊരു ബ്രാൻഡ്, ഇപ്പൊ ബ്രാൻഡ് റെക്കഗ്നിഷൻ, കോപ്പി റൈറ്റ് ഒക്കെ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടുള്ളത് മാത്രമാണ്. പക്ഷെ അവർക്ക് ആ കമ്പനി നടത്താൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ ആ കമ്പനി വിൽക്കാം. അപ്പൊ അതിന്റെ കൂടെ അവർക്കുള്ള ഈ പേറ്റന്റ്സും റൈറ്റ്സും ഒക്കെ എന്ത് ചെയ്യാം? ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ. അപ്പോൾ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. സോ എക്കണോമിക് വാല്യൂല് തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് കിട്ടും അല്ലെ. അപ്പോ അങ്ങനത്തെ അസറ്റുകൾ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ഒരു ബിൽഡിങ്ങിനെ പോലെ തൊടാനൊന്നും പറ്റുന്ന ഒരു ഇതല്ല. ഇറ്റ് ഈസ് ഡോക്യുമെന്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ലീഗൽ ഡോക്യുമെന്റ്, ഒരു അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഒക്കെ അതിന് ഉണ്ടാകത്തുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ ഇതുവരെ പ്രിപ്പറേഷൻ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് PSC ഇന്റൻസീവ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം ഇന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, full syllabus based capsule notes and other study materials in PDF format. 5000-ലധികം topic wise multiple choice questions with detailed explanation. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. അതും വെറും 999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.